യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും
പിന്നിലേക്കില്ലൽപ്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെ നാൾ കഴിഞ്ഞ ശേഷം അവരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. അങ്ങനെയാണ് വേദവസ്തം പറയുന്നത്. ഏറെ നാൾ കഴിഞ്ഞ ശേഷം അവരുടെ യജമാനൻ വന്നു, അവരുമായി കണക്ക് തീർത്തു. കണക്ക് തീർക്കുന്നൊരു ദിവസമുണ്ട്, കണക്ക് നോക്കുന്നൊരു ദിവസമുണ്ട്, അക്കൗണ്ട് നോക്കുന്നൊരു ദിവസമുണ്ട്. സ്തോത്രം. എല്ലാം കണക്ക് പറയേണ്ടി വരും. ആർക്കും ഒന്നും പറയാൻ മറുപടി ഇല്ലാതാകും. എല്ലാവരും നിശബ്ദരായി നിൽക്കേണ്ടി വരും, വാവത്ത് നിൽക്കേണ്ടി വരും. ഇപ്പോൾ കേൾക്കും, പോവുകയും നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ, പൊയ്ക്കോ. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുകയും. ഈ ശബ്ദം കേൾക്കാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കാണുന്ന 2 കണ്ണുണ്ട്, എന്നെ കാണുന്ന എൻ്റെ യേശുവുണ്ട്, എന്നെ കാണുന്ന എൻ്റെ കർത്താവുണ്ട്. അവനെ മറയ്ക്കാൻ സാധ്യമല്ല, അവനെ ഒളിക്കാൻ സാധ്യമല്ല. എൻ്റെ ദൈവത്തെ വിളിച്ചൊരു കാര്യം ചെയ്യാൻ സാധ്യമല്ല, ദൈവത്തെ വിളിച്ചൊരു വാക്ക് പറയാൻ സാധ്യമല്ല, ദൈവത്തെ വിളിച്ചൊരു ചിന്ത വരാൻ സാധ്യമല്ല. ദൈവം എല്ലാം കാണുന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ കാണുന്നു എങ്കിൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും ഇപ്പോൾ നിൻ്റെ തിരുരക്തത്താൽ ആവരണം ചെയ്യണമേ. ഒന്നും ഇനി നീ ന്യായ ദിവസത്തിൽ അത് ഓർമ്മയിൽ വരാത്ത വിധത്തിൽ, പുസ്തകത്തിൽ എഴുതപ്പെട്ട് കാണാത്ത വിധത്തിൽ ഇന്ന് പുസ്തകത്തിലുള്ളതെല്ലാം മായിച്ചു തരണമേ. തിരുരക്തത്താൽ എൻ്റെ അതിക്രമങ്ങളുടെ ലിസ്റ്റ് മായിച്ചു കളയണമേ. അതിക്രമങ്ങളുടെ ലിസ്റ്റ് കീറിക്കളയണമേ. എന്നെ കടച്ചീട്ട് കീറിക്കളയണമേ. അനേകം കടച്ചീട്ടുകളുണ്ട്, അനേകം അകൃത്യങ്ങളുടെ ലിസ്റ്റുണ്ട്. എൻ്റെ അകൃത്യങ്ങളുടെ ലിസ്റ്റെല്ലാം കീറിക്കളയണമേ. അപ്പനോട് അമര്യാദയായി പെരുമാറിയത്, അമ്മയെ വേദനിപ്പിച്ച് സംസാരിച്ചത്, ഭാര്യയെ ഉപദ്രവിച്ചത്, ഭാര്യയെ വേദനിപ്പിച്ചത്, ആ സാധുവിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയത്, ഭർത്താവിനെ വേദനിപ്പിച്ചത്, ഭർത്താവിനോട് അനുസരണക്കേട് കാണിച്ചത്, ദൈവത്തിന് സ്തോത്രം, മാതാപിതാക്കളെ അനുസരിക്കാതെ പോയത്, ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളെ ആദരിക്കാതെ പോയത്, ദൈവമക്കളെ മാനിക്കാതെ പോയത്, ദൈവമക്കളെ സഹായിക്കാതെ പോയത്, എന്തെല്ലാം ദൈവത്തിന് സ്തോത്രം. നീ ചെയ്ത ക്രൂരകൃത്യങ്ങൾ, നീ ചെയ്ത ക്ഷുരകൃത്യങ്ങൾ, ഗർഭഛിദ്രങ്ങൾ, കൊലപാതകങ്ങൾ, മാനഭംഗങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഹീനമായ പാതകങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ, പുറത്തു വരെ അറയ്ക്കുന്ന ചീത്ത പടങ്ങൾ, മ്ലേച്ഛ ചിത്രങ്ങൾ എല്ലാം നിരന്നു വരുന്നതിന് മുമ്പ് ഇന്ന് ദൈവത്തോട്
പറയുക, കർത്താവേ എല്ലാം തിരുരക്തത്താൽ മായ്ച്ചു തരണമേ, എല്ലാം മായ്ച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാം മായ്ച്ചു തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. കഴുകിത്തരാൻ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, കഴുകാൻ യേശുനാഥൻ്റെ തിരുരക്തമുണ്ട്, കഴുകാൻ യേശുവിൻ്റെ സ്നേഹമുണ്ട്, യേശുവിൻ്റെ കുരിശിൽ രക്തമുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തോട് യാചിപ്പീൻ, കർത്താവേ എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, വന്നുപോയ പാവങ്ങളൊക്കെയും കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ നാവിൽ കൂടി വന്നുപോയ വാക്കുകളിലെ അപാകതകളെല്ലാം എന്നെ കഴുകിത്തരണമേ. കർത്താവേ എൻ്റെ ചിന്തകളിൽ കൂടി കടന്നുപോയ അശുദ്ധിയെല്ലാം കഴുകി മാറ്റണമേ. എൻ്റെ കർത്താവേ എൻ്റെ നിരൂപണങ്ങളിൽ കൂടെയും മനോരാജ്യങ്ങളിൽ കൂടെയും കടന്നു വന്ന അശുദ്ധിയെല്ലാം, അത്യാഗ്രഹമെല്ലാം, ദുരാഗ്രഹമെല്ലാം, അസൂയെല്ലാം എല്ലാം കഴുകിക്കളയണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം അകൃത്യങ്ങളെല്ലാം കഴുകും, എല്ലാം കഴുകിത്തരും. സ്തോത്രം. കഴുകാൻ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, കഴുകാൻ യേശുവിൻ്റെ രക്തമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഏലിയാവ് അവിടെ പാർത്തു. ഇപ്പോൾ സമൃദ്ധിയാണ് കേട്ടോ, സമൃദ്ധിയാണ്. എന്നും അപ്പമുണ്ട്, ആഹാരമുണ്ട്, ഒന്നും കുറവില്ല. സരപ്തിയിൽ എല്ലാം സമൃദ്ധിയാണ്. പക്ഷേ ഇനിയും വറ്റാൻ പോകുന്നു, സമൃദ്ധിയെല്ലാം മാറാൻ പോകുന്നു. ഇത് ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. ആ സ്ത്രീ അറിഞ്ഞില്ല, സ്ത്രീയുടെ മകൻ അറിഞ്ഞില്ല, സ്ത്രീ വാത്സല്യത്തോടെ വളർത്തുന്ന മകൻ അറിഞ്ഞില്ല. അവന് ദീനം പിടിച്ചു. ഈ മോൻ ദീനം പിടിച്ചു, അവന് സുഖമില്ല, ദീനം പിടിച്ചു, കിടപ്പിലായി. സാരമില്ലെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം കൊച്ചു മരിച്ചുപോയി, മോൻ മരിച്ചുപോയി. നോക്കൂ, വരൾച്ച പിന്നെയും വന്നു, മാറി വരൾച്ച. ഒരു തിരമാല വന്നു, പോയി എന്ന് വിചാരിച്ചു, പോയില്ല. അടുത്തതാ വരുന്നു, ഇതങ്ങ് തീർന്നു, ഈ കുഴപ്പമില്ല. അല്ല, അടുത്ത് പിന്നാലെ വേറെ തിരുമാല വരുന്നു. തിരമാല പോലെയല്ലേ വരുന്നത്? ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ ആപത്തുകൾ വരികയാണ്, ഒന്നിന് പിറകെ ഒന്നായി ദുരിതങ്ങൾ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാം സുഖമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ആത്മീയ ജീവിതം എന്നും സുഖമാണെന്ന് വിചാരിക്കരുത്. പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ദുരിതങ്ങൾ വരും, താങ്ങാൻ വയ്യാത്ത ആപത്തുകൾ വരും. ദൈവങ്ങൾക്ക് ആപത്ത് വരില്ലെന്ന് പറയില്ല, ഒരിക്കലും പറയാനൊക്കെയില്ല. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്, ഇല്ലെന്നല്ല പറഞ്ഞത്. ദൈവമക്കൾക്കും കഷ്ടമുണ്ട്, ദൈവത്തിൻ്റെ വേലക്കാർക്കും കഷ്ടമുണ്ട്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർക്കും രോഗമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മോൻ മരിച്ചുപോയി. നമുക്ക് വായിക്കാം 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കാം. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. മോൻ മരിച്ചുപോയി. ഈ സ്ത്രീ ഏലിയാവോട് പറഞ്ഞു, ഇത്രയും നാളായി ഈ വീട്ടിൽ അങ്ങ് താമസിക്കുകയല്ലേ, നീ വന്നതുകൊണ്ട് ഗുണമാണെന്നാണല്ലോ വിചാരിച്ചത്, അനുഗ്രഹമാണെന്നാണല്ലോ വിചാരിച്ചത്, സമൃദ്ധിയാണെന്നാണല്ലോ വിചാരിച്ചത്. പക്ഷേ എന്താ ഇങ്ങനെ വന്നത്? എന്താ എൻ്റെ മോൻ മരിച്ചത്? ഒരു ഭക്തനായ പ്രവാചകൻ വന്ന് താമസിക്കുമ്പോൾ മരണം വരുന്നത് എന്താണ്? അനുഗ്രഹിക്കപ്പെട്ട ദൈവപുരുഷൻ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം വന്ന് താമസിക്കുമ്പോൾ എന്താണ് എൻ്റെ വീട്ടിൽ ഈ പ്രശ്നം വന്നത്? ഇത് സംഭവിച്ചത് എനിക്ക് വല്ല പാവം ഓർക്കാൻ വേണ്ടിയാണോ? എൻ്റെ പാവം ഓർപ്പിക്കാൻ വേണ്ടിയാണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന് പോയി പാവങ്ങൾ എന്തെങ്കിലും ഓർത്ത് കരയാൻ വേണ്ടിയാണോ? എൻ്റെ മോനെ കൊല്ലാൻ എന്താണ് കാരണം? പ്രവാചകൻ കൊന്നു എന്നാണ് പറയുന്നത്. പ്രവാചകൻ കൊന്നു. എൻ്റെ മകനെ കൊല്ലാനാണോ നീ വന്നത്? എൻ്റെ പാവം ഓർപ്പിക്കാൻ എൻ്റെ മകനെ കൊല്ലേണ്ടതിനാണെന്നോ നീ വന്നത്? എന്താ ഇത് സംഭവിച്ചത്? എൻ്റെ വീട്ടിൽ ഇത് ദൈവഭവനമല്ലേ? ഈ വീട്ടിൽ എന്താ ഇത് സംഭവിച്ചത്? ദൈവഭവനമല്ലേ? ഈ വീട്ടിൽ എന്താണ് ഇങ്ങനെ വന്നുകൂടിയത്? ഇത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ വീടല്ലേ? ഈ വീട്ടിൽ എന്താണ് ഇങ്ങനെ വന്നത്? ഞാൻ വചനം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ വന്നു? ചോദ്യം. വൈ ദീസ് ട്രിബുലേഷൻസ്? എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാടുകൾ? വൈ ദീസ് സഫറിങ്സ്? ഈ ദുരിതങ്ങൾ എന്തുകൊണ്ടാണ്? വൈ ദീസ് ഹാർഡ്ഷിപ്സ്? ഈ കഷ്ടപ്പാടുകൾ എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട്?
ഇന്ന് അനേകരുടെ ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇതെന്താ ഇങ്ങനെ വന്നത്? ഇത്രയും വലിയ കനത്ത നഷ്ടം വന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഉള്ളിൽ പുകച്ചിൽ വരും, ഉള്ളിൽ വലിയ വേദന വരും, വലിയ ആവലാതി വരും, നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അമർഷം വരും, ആരോടൊക്കെയോ നമുക്ക് അമർഷം വരും, ആരോടൊക്കെയോ നമുക്ക് ഭയങ്കരമായ കോപം വരും. വേണ്ട, കോപിക്കണ്ട. ദൈവത്തിൻ്റെ കൈ എല്ലാറ്റിൻ്റെയും പിന്നിലുണ്ട്. ദൈവം എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ സ്ത്രീ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഈ കലത്തിലെ മാവ്, ഈ ഭരണിയിലെ എണ്ണ, അതുകൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കി ഞാനും എൻ്റെ മോനും തിന്നിട്ട് മരിക്കാനിരിക്കുകയാകുന്നു. നോക്കൂ, ആ വാക്കെന്താണ്? ഞാനും എൻ്റെ മോനും മരിക്കാനിരിക്കുകയാകുന്നു. പറയുന്നത് സൂക്ഷിച്ചു വേണം. ഒരു വാക്ക് പറയുന്നത് സൂക്ഷിച്ചു വേണം. ഞാനും എൻ്റെ മോനും തിന്നിട്ട് മരിക്കാനിരിക്കുകയാകുന്നു അവൾ പറഞ്ഞത്. നോക്കണേ, ഒരു വാക്കിൽ വന്ന അപകടം. ഞാനും എൻ്റെ മോനും തിന്നിട്ട് മരിക്കാതിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞത്, ആ വാക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. സൂക്ഷിക്കണം, ഒരു വാക്ക് പറയും സൂക്ഷിച്ചു വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം വായിക്കാം നമുക്ക്. ഉൽപ്പത്തി പുസ്തകം 31 32 വാക്യം വായിക്കാം. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടിരിക്കരുത്. എൻ്റെ പക്കൽ നിന്റെ വക വല്ലതുമുണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുകെ നോക്കിയെടുക്ക എന്ന് ഉത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഈ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേൽ അപ്പനായി ലാബാനായിട്ട് പോകുമ്പോൾ കുറേ സാധനങ്ങളെല്ലാം, ഗ്രഹബിംബങ്ങളെല്ലാം എടുത്ത് ചാക്കിട്ടിനകത്ത് സൂക്ഷിച്ചു കൊണ്ടുപോയി. അപ്പൻ്റെ ഗ്രഹബിംബങ്ങൾ കൊണ്ടുപോയി, അപ്പൻ്റെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി. അപ്പൻ നോക്കിയപ്പോൾ വിഗ്രഹങ്ങൾ കാണുന്നില്ല. എവിടെ പോയി ഇത്? അപ്പൻ പിന്നാലെ ഓടി. മോളെ കെട്ടിയ മോനും കൂടെ, മക്കളും എല്ലാവരും കൂടെ യാത്ര ചെയ്ത് പോവുക. ലാബാൻ പിന്നാലെ ഓടിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എൻ്റെ ഗ്രഹബിംബങ്ങൾ മോഷ്ടിച്ചത്? നിങ്ങൾ മക്കളും അപ്പനും അമ്മയും കൂടെ പോകുന്നതിന് ഞാൻ വിരോധിച്ചില്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോരാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഒളിച്ചു പോകുന്നത്? അല്ല, നിങ്ങൾ പോയപ്പോൾ എന്തിനാണ് ഗ്രഹബിംബങ്ങൾ മോഷ്ടിച്ചത്? യാക്കോബ് പറഞ്ഞു, അങ്ങനെയില്ല, ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ മോഷ്ടിക്കുന്നയാളല്ല. ഞാൻ അങ്ങയുടെ വക്കൽ നിന്ന്, എൻ്റെ അമ്മായിപ്പൻ്റെ വക്കൽ നിന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ഗ്രഹബിംബങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല. യാക്കോബ് അങ്ങനെ പറഞ്ഞത് ശരിയാ, മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ മോള്, ഈ യാക്കോബിൻ്റെ ഭാര്യ മോഷ്ടിച്ചു. റാഹേൽ മോഷ്ടിച്ച് ഈ സാധനങ്ങളെല്ലാം കൂടെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഒന്ന് വായിച്ച ഭാഗം. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടിരിക്കരുത്. എൻ്റെ പക്കൽ നിന്റെ വക വല്ലതുമുണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുകെ നോക്കിയെടുക്ക എന്ന് ഉത്തരം പറഞ്ഞു. റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. യാക്കോബ് പറഞ്ഞു, എൻ്റെ ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും പക്കൽ ഗ്രഹബിംബങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ അവൻ ജീവനോടിരിക്കാൻ പാടില്ല, അവൻ മരിക്കണം. ഒരു സംശയമില്ല, അവൻ മരിക്കണമെന്ന് യാക്കോബ് പറഞ്ഞത്. നോക്കണേ, യാക്കോബ് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. യാക്കോബ് പറഞ്ഞില്ല റാഹേൽ മോഷ്ടിച്ചു എന്ന്. ആരുടെയെങ്കിലും പക്കൽ കണ്ടാൽ അവൻ മരിക്കണം, ജീവനോടിരിക്കരുത്. റാഹേൽ ഈ കെട്ടികളുടെ പുറത്ത് കയറിയിരിക്കുക. ലാബാൻ വന്നു. റാഹേൽ എപ്പോഴും, അപ്പ എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഞാൻ സ്ത്രീകൾക്കുള്ള മുറ വന്നിരിക്കുക, അതുകൊണ്ട് എനിക്ക് വലിയ ക്ഷീണം, എഴുന്നേക്കാൻ വയ്യ. നോക്കണേ, റാഹേലിൻ്റെ കൗശലം, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. അപ്പം മേൽ വിശ്വസിച്ചു, മോളല്ലേ, മോൾ നുണ പറയുമെന്ന് വിചാരിച്ചില്ല. മോൾ പക്ഷേ ഈ ഗ്രഹബിംബങ്ങളുടെ മുകളിൽ കയറിയിരിക്കുക. യാക്കോബ് പറഞ്ഞില്ല. റാഹേൽ ഇത് തന്ത്രപൂർവ്വം ചെയ്തു. പക്ഷേ ഇന്ന് സംഭവിച്ചു, ആ വഴി യാത്ര തയ്ക്കാൻ റാഹേലിന് കഴിഞ്ഞില്ല. ആരുടെയെങ്കിലും പക്കൽ ഗ്രഹബിംബങ്ങൾ കണ്ടാലും ജീവനോട്ടിക്കരുത് എന്ന് പറഞ്ഞ യാക്കോബിൻ്റെ വാക്ക് അതുപോലെ ഫലിച്ചു. റാഹേൽ ചെയ്തത് ദൈവം കണ്ടു. റാഹേൽ വഴിയോരത്ത് മരിച്ചു. രണ്ടാമത്തെ പ്രസവത്തോടുകൂടി റാഹേൽ മരിച്ചു. റാഹേലിൻ്റെ ഡെഡ് ബോഡി അങ്ങ് എഫ്രാത്തിയിൽ, ബേത്ലഹേമിലുള്ള വഴിയിൽ എഫ്രാത്തിയിൽ വെച്ച് റാഹേൽ മരിച്ചു. അവിടെ അടക്കം ചെയ്തു. എന്നിട്ട് യാത്ര തുടർന്നു. റാഹേൽ പ്രസവിച്ച ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് റാഹേലിൻ്റെ മൂത്തമോനായ യൗസേപ്പിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് യാക്കോബ് എങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന രംഗം വേദപുസ്തകത്തിൽ ഒരു വളരെ വിലാപകരമായ രംഗമാണ്, വേദനാകരമായ രംഗമാണ്. സ്തോത്രം. ഒരു വാക്ക് പറയുന്നത് സൂക്ഷിച്ചു വേണം, വളരെ കരുതലോടുകൂടി വേണം പറയാൻ. അതെല്ലാം തിരിച്ചടിക്കുന്നു. സ്തോത്രം. ഇവിടെ ഈ സ്ത്രീ ഞാനും എൻ്റെ മോന് മരിക്കാനിരിക്കുകയാകുന്നെന്ന് പറഞ്ഞത് അപ്രകാരം സംഭവിച്ചു. ഈ മോൻ മരിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട്. ദൈവം അവിടെ വിശ്വസ്തനായിരുന്നു. ഏലിയാവ് ഈ മോനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. സ്ത്രീയോട് പറഞ്ഞു, നിൻ്റെ മോനെ ഇങ്ങ് തരിക. അപ്പോൾ നിൻ്റെ മോൻ നിൻ്റെ കയ്യിലല്ലേ, ഡെഡ് ബോഡി നിൻ്റെ കയ്യിലല്ലേ, നിൻ്റെ പക്കലല്ലേ, നിൻ്റെ കസ്റ്റഡിയിലല്ലേ,
ഇങ്ങോട്ട് തരിക, എൻ്റെ കസ്റ്റഡിയിലേക്ക് തരിക, ഇങ്ങോട്ട് തരിക. എന്തെല്ലാം നിനക്ക് വേദനാ വിഷയങ്ങളുണ്ടോ ഇങ്ങോട്ട് തരിക. നിൻ്റെ ജീവിതത്തിലെ മരണം എന്തെല്ലാം ഉണ്ടോ ഇങ്ങോട്ട് തരിക. എന്തെല്ലാം പ്രതിസന്ധികൾ നിന്നെ അലട്ടുന്നുണ്ടോ ഇങ്ങോട്ട് തരിക. നിന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ട് ഇങ്ങോട്ട് തരിക. ഏലിയാവ് കൈ നീട്ടി മോൻ്റെ ഡെഡ് ബോഡി എടുത്തു. ആ സ്ത്രീ തൻ്റെ മോൻ്റെ ഡെഡ് ബോഡി ഏലിയാവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ഏലിയാവ് ഈ ശവശരീരം എടുത്തുകൊണ്ട് ഏലിയാവിൻ്റെ മുറിയിലേക്ക് പോയി. ഏലിയാവിൻ്റെ കിടക്കമേൽ ആ കുട്ടിയെ കിടത്തി. ഏലിയാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഏലിയാവ് ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുടെ മേൽ ഏലിയാവ് കമിഴ്ന്ന് കിടന്നു. കുഞ്ഞിൻ്റെ കൈമേൽ ഏലിയാവിൻ്റെ കൈ, കുഞ്ഞിൻ്റെ വായിൽ ഏലിയാവിൻ്റെ വായ്, കുഞ്ഞിൻ്റെ കണ്ണിൽ ഏലിയാവിൻ്റെ കണ്ണ്, കുഞ്ഞിൻ്റെ കാലിൽ ഏലിയാവിൻ്റെ കാല്. ഏലിയാവിൻ്റെ മേൽ നിന്ന് ചൂട് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പകർന്നു. ഏലിയാവിൽ നിന്ന് ജീവശ്വാസം കുഞ്ഞിലേക്ക് കടന്നു. പക്ഷേ കുഞ്ഞ് എഴുന്നേറ്റില്ല. വീണ്ടും ഏലിയാവ് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നിട്ട് പിന്നെയും ചൂട് പിടിച്ചു. ഏലിയാവ് പിന്നെയും ചെന്നു കുഞ്ഞിൻ്റെ മേൽ കിടന്നു. മൂന്നാം പ്രാവശ്യം ഏലിയാവ് എഴുന്നേറ്റപ്പോൾ കുഞ്ഞു എഴുന്നേറ്റു. കുഞ്ഞ് കണ്ണു തുറന്നു. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് ആ കുഞ്ഞിനെ ജീവനോടെ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തു. നിൻ്റെ മകനിതാ അവൻ ജീവിച്ചിരിക്കുന്നു. കൊടുത്തു. സ്തോത്രം. സ്ത്രീ പറഞ്ഞു, നീ ഒരു ദൈവപുരുഷനാണെന്നും നിൻ്റെ നാവിലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. നീ ഒരു ദൈവപുരുഷനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നിൻ്റെ വായിലുള്ള ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നീ സാക്ഷാൽ ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ 3.5 കൊല്ലം നീ ഇവിടെ താമസിച്ചല്ലോ. നീ ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. അപാകതയുള്ള ഒന്നും നിന്നിൽ നിന്ന് വന്നില്ല. അപാകതയുള്ള ഒരു നോട്ടം നിന്നിൽ നിന്ന് വന്നില്ല. ഞാൻ വിധവയാണ്, വിധവ സ്ത്രീയാണ്. പക്ഷേ എന്നെ നേരെ നീ അപാകമായിട്ടൊന്നും നോക്കിയില്ല, അവിവേകതയോടൊന്നും നോക്കിയില്ല, അരുതാത്ത രീതിയിലൊന്നും നോക്കുകപോലും ചെയ്തില്ല. അരുതാത്തൊരു ശബ്ദം നിന്നിൽ നിന്ന് വന്നില്ല. നിൻ്റെ ജീവിതത്തിൽ ചലനം പോലും അഴുക്കായി വന്നില്ല. നീ ഒരു വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നീ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്നും നിൻ്റെ വായിലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എളിമയോടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവപുരുഷൻ, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നുള്ള വാക്ക് കേൾക്കണം. എന്തെല്ലാം വെറുതെ വന്നാലും ശരി, എല്ലാം പറ്റിയാലും ശരി, ആരോഗ്യം പറ്റിയാലും ശരി, ചെന്ന് താമസിക്കുന്ന വീട്ടിൽ കിടതി വന്നാലും ശരി, എൻ്റെ കർത്താവെ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഉള്ള വിളി കേൾക്കണം. ഇത്രയും കാലം കേട്ടില്ല, ഇത്രയും കാലം വിശുദ്ധനായില്ല, ഇത്രയും കാലം വിശുദ്ധിമതിയായില്ല. ശരിയാണ്. ഒരു പോരായ്മകളുണ്ട്, പരാജയങ്ങളുണ്ട്, പലതരത്തിലുള്ള തിന്മകളുണ്ട്. ശരിയാണ്. ഇത്രയും കാലം ഒന്നും ആയില്ല. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എന്നൊരു ദിവസം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നാളെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ എന്തെല്ലാം സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. എന്ന് ഒരു ദിവസം യേശു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് യേശുവിന് മുമ്പിൽ താഴണം, യേശുവിന് മുമ്പിൽ വിനയപ്പെടണം. നിങ്ങൾ യേശുവിനോട് പറയണം, കർത്താവേ, ഇന്ന് നിൻ്റെ ആ തിരക്തം പുരണ്ട കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാക്കി തീർക്കണമേ. ആ തിരക്തം എന്നെ കവർ ചെയ്യണമേ. ആ തിരക്തം എന്നെ ആവരണം ചെയ്യണമേ. നന്മ പറയാനില്ലല്ലോ, എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ലല്ലോ, അഭിമാനിക്കാനൊന്നുമില്ലല്ലോ. കർത്താവേ, ഞാനിതാ എല്ലാം തകർന്നവളായി, എല്ലാം തകർന്നവനായി തിരുമുമ്പാ വന്നിരിക്കുന്നു. അഭിമാനിക്കാനൊന്നുമില്ലാത്തവനായി ഇതാ ഞാൻ തിരുമുമ്പാ വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നാഥാ, നീ എന്നോട് ഇപ്പോൾ മനസ്സിലിഞ്ഞ് തൃക്കരം നീട്ടി എൻ്റെ തലവേൽ നിൻ്റെ കരമൊന്ന് വെക്കണം. നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലവേൽ വയ്ക്കണം. ഞാനിപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. അന്ന് സക്കായി എടുത്തുപോലെ ചില തീരുമാനങ്ങൾ ഞാനിപ്പോൾ എടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ തെറ്റായത് എന്തെല്ലാം ഇപ്പോൾ എനിക്ക് ദൈവാത്മാവ് കാണിച്ചു തന്നു, അതെല്ലാം ഞാൻ മാറ്റാൻ തീരുമാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഫേസ്ബുക്കിലെ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ കർത്താവെ, എത്ര പ്രിയങ്കരനായ ബോയ് ഫ്രണ്ടായാലും ശരി, എത്ര പ്രിയങ്കരിയായ ഗേൾ ഫ്രണ്ടായാലും ശരി, അവളെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിപ്പോൾ പഠിക്കുന്ന കാലത്തിൻ്റെ ആവശ്യമില്ല, അതെനിക്ക് ആവശ്യമുള്ളതല്ല, എന്നെ നശിപ്പിക്കുന്നതാണ്. ഞാൻ ഇതാ ഉപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പറയൂ, നിങ്ങൾ ദൈവത്തോട് പറയൂ, ഇപ്പോൾ തന്നെ പറയൂ. ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കൂ. പാപത്തെ ഉപേക്ഷിക്കൂ. എൻ്റെ കർത്താവെ, തിന്മയായതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നു. കഞ്ചാവിനെ ഉപേക്ഷിക്കുന്നു. ദൈവമേ, ഹാൻസും പാൻഡരാഗും ഉപേക്ഷിക്കുന്നു. മദ്യത്തെ ഉപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവെ, മയക്കുമരുന്നിനെ ഉപേക്ഷിക്കുന്നു. വേണ്ട വേണ്ട, ഇത്രയും കാലം നശിപ്പിച്ച് കളഞ്ഞു, കാലങ്ങൾ പാഴാക്കി കളഞ്ഞു. എൻ്റെ കർത്താവ്, വഴക്കും പിണക്കും ഉപേക്ഷിക്കുന്നു. ഭിന്നതയും അസൂയയും ഉപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ ഹൃദയത്തിലുള്ള ഈർഷ്യയും മുഷിച്ചിലും ഞാൻ ഉപേക്ഷിക്കുന്നു. വൈരാഗ്യവും പകയും വിദ്വേഷവും ഉപേക്ഷിക്കുന്നു. ആരോടും പകയില്ലാതെ, ആരോടും അകൽച്ചയില്ലാതെ, എന്തെല്ലാം കുറ്റം മറ്റുള്ളവർ കണ്ടാലും അതൊന്നും കുറ്റമായി കാണാതെ ഇന്നു മുതൽ കർത്താവെ, ഞാൻ ഒരു പൂർണ്ണ വിശുദ്ധനായി നിൽക്കും. ദൈവത്തോട് പറയൂ, നീ ദൈവത്തിൻ്റെ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്നും നിൻ്റെ വായിലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. കർത്താവെ, ആ ശബ്ദം എനിക്കും കേൾക്കണം. ആ ശബ്ദം വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എനിക്കും കിട്ടണം. ഇനിയുള്ള കാലം
കാലം അതിനുള്ള കാലമാകട്ടെ. കർത്താവേ, ഇനിയുള്ള സമയം അതിനുള്ള സമയമാകട്ടെ. വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകുവാൻ, വിശുദ്ധനായ ഒരു ദൈവ സ്ത്രീയാകുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വിശുദ്ധിയുള്ള ഒരു ദൈവ സ്ത്രീയാകുവാൻ എൻ്റെ ജീവിതം ഞാനിതാ സമർപ്പിക്കുന്നു. ദൈവപുരുഷനാകുവാൻ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്നു മുതൽ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. നാഥ, നിന്നോട് വാക്ക് പറയുന്നു. എൻ്റെ ഹൃദയം നിനക്ക് തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ നാഥ, ഇപ്പോൾ തന്നെ അവിടുന്ന് എഴുന്നള്ളി വരണമേ. നാഥ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെക്കണമേ. എൻ്റെ തലമേൽ കരം മാറ്റല്ലേ. തിരുരക്ത തലമേൽ പകരണമേ. തിരുരക്തത്താൽ ഞാൻ പൂർണ്ണമായി ആവരണം ചെയ്യപ്പെടാൻ ഇടയാക്കണമേ. സമ്പൂർണ്ണമായി ആവരണം ചെയ്യപ്പെട്ട് എനിക്ക് എഴുന്നേൽക്കാൻ ഇടയാക്കണമേ. ഇന്ന് ഞാൻ കേട്ട ഈ വചനം എനിക്ക് നേരെ ശിക്ഷാവിധിക്കായി തീരല്ലേ. കർത്താവേ, എനിക്കെതിരെ ന്യായവിധിയിൽ എനിക്കെതിരെ സംസാരിക്കാൻ ഇടയാകല്ലേ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാനിതാ തീരുമാനമെടുക്കുന്നു. യേശുവേ, എന്നെ തന്നെ തിരുമുമ്പായി ഞാൻ സമർപ്പിക്കുന്നു. അവിടെ തിരുവരാവുന്ന ഒഴുകിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി നീ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായി തീരുമാനം ഉണ്ടെങ്കിൽ, വിശുദ്ധനായ ഒരു ദൈവപുരുഷനായി തീരുമെന്ന് തീരുമാനം ഉണ്ടെങ്കിൽ, സംശയമില്ലാതെ ഇരുകരം നിങ്ങൾ ഉയർത്തിക്കൊള്ളൂ. നിങ്ങൾ കരത്തിൽ യേശു പിടിച്ചുകൊള്ളും. യേശു നിങ്ങൾ തിരുരക്തം കൊണ്ട് കവർ ചെയ്തുകൊള്ളും. യേശു നിങ്ങൾ തിരുരക്തം കൊണ്ട് മുദ്രയിട്ടുകൊള്ളും. തിരുരക്തം കൊണ്ട് ആവരണം ചെയ്തുകൊള്ളും. വിശ്വസിക്കൂ. നിങ്ങൾ നിത്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങൾ തിരുരക്തം കാണുമ്പോൾ എല്ലാ ശത്രുവും മാറിപ്പോകും. യേശു നിങ്ങൾ സ്വീകരിക്കും. നിത്യരാജ്യത്തേക്ക് നിങ്ങൾ കൈക്കൊള്ളും. യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവൻ നിങ്ങൾ ചേർത്തുകൊള്ളും. നിങ്ങൾ അനുഗ്രഹിക്കും. ഇന്ന് നിങ്ങൾ യേശുവിനെ ജീവിതം തുറന്നു കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയും. യേശുവേ, ഇത്രയും കാലം പാഴായി പോയല്ലോ, ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. യേശുവേ, ഇന്നിതാ എൻ്റെ ഈ നിസ്സാരമായ ആയുസ് നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും നിൻ്റെ കൈകളിലേക്ക് വെച്ച് തരുന്നു. എന്നോട് മനസ്സറിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ പകരാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാ നമ്മുടെ മേൽ ഊതുവാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മപ്രകാരം ആത്മാവിൻ്റെ അത്ഭുത ശക്തി നിങ്ങളുടെ മേൽ പകരാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പാ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ അവിടെ നിന്ന് സ്നേഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെ എല്ലാം അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളുടെ മേൽ തിരക്തം തൊടുവിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെ എല്ലാം അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽപ്പാൻ യോഗ്യരാക്കി എഴുന്നേൽപ്പിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ശോഭനമായ ഭാവി നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.